ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ കൃഷിത്തോട്ടമാണ്. ഈ ചെറിയ കൃഷിത്തോട്ടം എന്നൊന്നും പറയാനായിട്ടില്ല, നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നട്ടിരിക്കുന്ന ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെയോ ഉള്ളതെന്ന് പറഞ്ഞാൽ പാവയ്ക്കയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ ചീരയുണ്ട്, പച്ചമുളകുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പാവയ്ക്ക എന്ന് പറയുന്നത് കട്ട് ചെയ്യാറായിട്ടുള്ള പാവയ്ക്കയാണ്. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാനായിരിക്കും ചെയ്തതെന്ന്. ഒരിക്കലുമല്ല ഗൈസ്, ഇതൊന്നും എനിക്ക് പറ്റിയ പണിയേ അല്ല. ഞാനല്ല ഇതൊന്നും ചെയ്തത്. ഇതൊക്കെ ചെയ്തത് എൻ്റെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചിയുടെ കലാപരിപാടികളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും പാവയ്ക്ക എന്തുകൊണ്ടാണ് കവർ ഇട്ടിരിക്കുന്നതെന്ന്. അത് വേറൊന്നുമല്ല ഗൈസ്, പാവയ്ക്ക് ഇങ്ങനെ പൊടിച്ച് വരുന്ന സമയത്ത് അതിന് ചെറിയ പുഴുക്കൾ കയറി അത് പെട്ടെന്ന് ചീത്തായി പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാവയ്ക്കയിൽ നമ്മൾ കവർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ളതെന്ന് പറയുന്നത് വെണ്ടയെന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതായിട്ടിങ്ങനെ ആയിട്ട് വരുന്നതേ ഉള്ളൂ, കായ്ച്ച് വരുന്നതേ ഉള്ളൂ. അത് പാകമായിട്ടില്ല, കട്ട് ചെയ്യാറായിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് വേറൊരു വെണ്ടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതെന്ന് പറയുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 4-5 മൂടുണ്ട്, അതിലൊരു മൂടാണിത്. ഇതും കട്ട് ചെയ്യാറായിട്ടില്ല, ഇങ്ങനെ പൊടിച്ച് വരുന്നേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതെന്ന് പറയുന്നത് ചേമ്പാണ്. ചേമ്പെന്ന് പറയുമ്പോൾ അത് വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. അതും അങ്ങനെ വളരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കസ്റ്റാർഡ് ട്രീ ആണ്. കസ്റ്റാർഡ് ആപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത് വിസിബിൾ അല്ല വീഡിയോയിൽ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നു, നമ്മളത് കഴിച്ചു. എന്താണ് പറയുക, പറിച്ച് കഴിച്ചു ഗൈസ്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ അതിനകത്ത്. ഇനി ഞാൻ പാവയ്ക്ക കട്ട് ചെയ്യുന്ന വീഡിയോയാണ് ഇടുന്നത്. അത് വെറും ഷോ ഓഫാണ് കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് കട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും എൻ്റെ പരിപാടിയേ അല്ലെന്ന്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ വന്ന് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ നോക്കി എന്തായാലും പാവയ്ക്കയുടെ ഭംഗി നോക്കി ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത് അത് വേറെ തന്നെയാണ്. ഓക്കെ, പിന്നെ വേറെന്താണ്, പിന്നെ ഞാൻ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നത്. അതും ഞാനല്ല കട്ട് ചെയ്യുന്നത് കേട്ടോ, ഉമ്മച്ചിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മച്ചി എൻ്റെ അടുത്ത് ചോദിക്കുവാണ് കട്ട് ചെയ്യട്ടെ, നീ വീഡിയോ പിടിക്കുവാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുവാണ്. അങ്ങനെ അതാണ്, അങ്ങനെ ഉമ്മച്ചി ആ കട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ നോക്കിയേ വെണ്ടയ്ക്കയുടെയും ഭംഗി നോക്കിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ, ടേക്ക് കെയർ.